ഹായ് ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ മീൻപിടുത്തത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഇടുന്നത്. ഇത് സ്പെഷ്യൽ മീൻപിടുത്തം എന്ന് പറയാൻ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വഞ്ചിയോ വലയോ ചൂണ്ടയോ ഒന്നും തന്നെ ഇല്ലാതെ നേരിട്ട് കടലിലിറങ്ങി മുങ്ങി തപ്പി എടുക്കുന്ന മീൻപിടുത്തം കാണുന്നത്. കിട്ടുവാന്നറിയില്ല. അപ്പോൾ ഇതെൻ്റെ അമ്മയുടെ ആങ്ങളെയാണ്, ഞങ്ങളുടെ അങ്കിളാണ്. അപ്പോൾ അങ്കിള് മീൻ പിടിച്ച് കാണിച്ചു തരാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ്. കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു 30 മിനിറ്റ് പോലും എടുത്തില്ല. 20 മിനിറ്റ് കൊണ്ട് ഒരു 4 മീനിനെ നമുക്ക് കൂരി മീനെ നമുക്ക് കിട്ടി. ഇതിപ്പോൾ സീസൺ അല്ലാഞ്ഞിട്ട് ഇത്രയും. സീസണാണെങ്കിൽ ആ 20 മിനിറ്റ് കൊണ്ട് ഒരു 8 കൂരിയെങ്കിലും പിടിച്ചേനെ. കണ്ട, ഇതാണ് കൂരി. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് പിടിക്കേണ്ട രീതി ഇങ്ങനെയാണ് ഇത് പിടിക്കേണ്ടത്. കാരണം അത് 2 വശത്തും അതിൻ്റെ മുള്ളാണ്, പിന്നെ മുതുകിൻ്റെ ഭാഗത്തും മുള്ളുണ്ട്. അപ്പോൾ ആ മുള്ള് കൊത്തിക്കൊള്ളാത്ത രീതിയിൽ തലയുടെ ഭാഗത്ത് ഇങ്ങനെ ഇറുക്കി പിടിക്കണം നമ്മൾ. എന്നാലേ അത് നമ്മളുടെ കയ്യിൽ നിന്ന് ചാടിപ്പോവാതെ മുള്ള് കുത്തിക്കൊള്ളാതെ ഇരിക്കത്തുള്ളൂ. അതിൻ്റെ മുള്ള് കുത്തിയാൽ നമുക്ക് കൈ ഭയങ്കര കട്ടുകഴപ്പായിരിക്കും, തരിപ്പും ഉണ്ടാവും. അപ്പോൾ ആ മുള്ള് കുത്താത്ത രീതിയിൽ വേണം നമ്മളത് പിടിക്കാനായിട്ട്. അതിപ്പോൾ അതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ കാണാതെ അത് പിടിക്കുമ്പോൾ അത് സമ്മതിക്കണം. കാരണം അവർക്കത് ശീലമായി പിടിച്ചത് കാരണം അവർക്കറിയാം എങ്ങനെയാണ് കൂരി പിടിക്കേണ്ടത്. പിന്നെ ഇതുപോലെ തന്നെയാണ് ഞണ്ടും പിടിക്കാറുണ്ട്. അപ്പോൾ ആ ഞണ്ടിൻ്റെ കാല് തുടങ്ങണതിൻ്റെ തൊട്ട് മുമ്പുള്ള ഭാഗത്ത് ഇങ്ങനെ നല്ല ഇറുക്കി പിടിച്ചിട്ടാണ്. അപ്പോൾ ഞണ്ട് ഇറുക്കില്ല. അങ്ങനെ പിടിച്ചിട്ടാണ് ഇവർ ഞണ്ടും ഇതുപോലെ തന്നെ മുങ്ങിത്തപ്പണത്. ഞണ്ടും മാന്തൾ, ഒറത്തൽ, ബ്രാല്, ഈ മീനൊക്കെയാണ് നമുക്ക് കിട്ടണത്. സീസൺ ആകുമ്പോൾ നങ്ക് അതായത് മാന്തൾ ഒരുപാട് കിട്ടും. പിന്നെ അതുമല്ല, നമ്മൾ പോയ ടൈം ഒരു ഉച്ച ടൈമാണ്, വെള്ളമേറ്റത്തിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ ആ വെള്ളമേറ്റാകുമ്പോൾ നമുക്കത് മുങ്ങി തപ്പിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് നമുക്ക് 4 കിട്ടിയത്. ഇപ്പോൾ വെള്ളം ഇറക്കത്തിൻ്റെ ആ ഒരു ടൈമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിച്ച് എടുക്കാൻ പറ്റും. ഒത്തിരി കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത കൂരിയും കൂടി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കൂരി പിടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു കൂരി പിടിച്ച് അങ്ങോട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ ഈ കല്ലായതുകൊണ്ട് എപ്പോഴും ഒരെണ്ണം കൂടി കിട്ടിയിട്ടുണ്ട്. ഈ കല്ലായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ടാണ്, പായലൊക്കെ ഉള്ള കാരണം. അപ്പോൾ അത് കാരണം ഒരു കയ്യിൽ മീൻ പിടിച്ചിട്ട് അടുത്ത മീനിന് വേണ്ടി തപ്പണം. നമ്മൾ പിടിച്ച മീൻ അവിടെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. കാരണം ഇതിൻ്റെ മുള്ള് കൊണ്ട് കഴിഞ്ഞാൽ നല്ല വേദനയായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത മീനിന് വേണ്ടിയിട്ട് നോക്കുകയാണ്. കണ്ട, വെള്ളം നല്ല ഏറ്റമുള്ള ടൈമാണ്. അതുകൊണ്ടാണ് പിടിക്കാനൊരു ബുദ്ധിമുട്ട്. എൻ്റെ അമ്മയൊക്കെ പറയണ കേൾക്കാം, പണ്ട് അവരിങ്ങനെ മീനില്ലാത്തപ്പോൾ ഇങ്ങനെ പോയിട്ട് കടലിൽ പോയി മുങ്ങി തപ്പി എടുത്തുകൊണ്ട് വരും മീൻ കറിക്കായിട്ട്. അങ്ങനെ സീസണാണെന്നുണ്ടെങ്കിൽ കറി വയ്ക്കും, ബാക്കി മീനിൻ്റെ സൗണ്ടാണിത്. മീൻ ചാവുമ്പോൾ ഉള്ള സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. അല്ല,
കവറിലിട്ടപ്പോൾ അത് കുത്തി പൊട്ടി വന്നതാണ്. അത്രയും മൂർച്ചയുണ്ടാവും മുള്ളിന്. അപ്പോൾ അടുത്ത മീനിന് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. വെള്ളം ഏറ്റത്തിൻ്റെ സമയത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടിയാണ്. അങ്ങനെ 2 മീനും കിട്ടിയുണ്ടോ? 2 മീനും കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് മാന്തള് ബാക്കിയുള്ള എല്ലാ മീനും പിടിക്കുന്നത്. നമുക്ക് ഉണ്ടോ 2 മീൻ. ആ ഏറ്റ സമയം കൊണ്ട് അതിങ്ങനെ കൊണ്ടുവരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 2 പിടിച്ചാണ് വന്നത്. ആ മുള്ളൊക്കെ നോക്കി വേണം നമ്മൾ പിടിക്കാനായിട്ട്. കണ്ട 2 കൂരി ഇങ്ങനെ വേണം കൂരി പിടിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതാണ് അങ്കിള് പിടിച്ചേക്കിടുന്ന കൂരിയാണ്. കൈ കൊണ്ട് പിടിച്ച കൂരി, വലയോ ചൂണ്ടയോ ഒന്നും ഇല്ലാണ്ട് അല്ലേ? അപ്പം നമ്മൾ വീട്ടിലേക്ക് പോകാനാണ്. നമ്മുടെ കൂരിമീനുമായിട്ട് പോവാണ്. അപ്പം നമ്മുടെ വീടാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ആ മീൻ നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടു. അത് നല്ലോണം പിടയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുള്ളുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു ചട്ടിയിലേക്ക് ഇടാനായിട്ട്. കണ്ടോ, നല്ല ജീവനുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും കൂരിയുടെ കഥ കഴിഞ്ഞു. ഇനി നമുക്കതെങ്ങനെ വെട്ടണേന്ന് നോക്കാം. അതിൽ 2 സൈഡിലുള്ള മുള്ളും ചിറകും കളഞ്ഞ്, മുതുകത്തുള്ള ഒരു മുള്ളും ചിറകും കളഞ്ഞ്, വാലും കളഞ്ഞ്, തലയുടെ ആ മീശയുടെ ആ ഭാഗം മാത്രം, ആ ചുണ്ടിൻ്റെ ആ ഭാഗം മാത്രം കളഞ്ഞിട്ട് അത് നമുക്ക് കല്ലിലിട്ട് നല്ലോണം ഉരച്ചെടുക്കണം. അതിൻ്റെ ഉളുമ്പ് പോകാനായിട്ടാണ്. അങ്ങനെ നമ്മളത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലോണം വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്, നല്ലോണം വെളുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കൂരി നമ്മൾ വൃത്തിയാക്കുന്നത്. ഇനി ഇതിൻ്റെ കുടൽ നമ്മൾ എടുക്കുന്നത് ആ തലയുടെ പുറകുവശത്ത് ഇങ്ങനെ ഒരു വെട്ട് കൊടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ അഴുക്കുകളും നമ്മൾ വലിച്ച് എടുക്കും. എന്നിട്ട് കഴുകി നല്ല വൃത്തിയാക്കി 2ആക്കി മുറിച്ചിട്ട് നമുക്ക് കറി വെക്കാം. അങ്ങനെ നമുക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവയും കടുകും പൊട്ടിച്ച് നമുക്കതിലേക്ക് പിന്നെ വേണ്ടത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റണം. അതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമ്മുടെ പൊടികളായിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, സാധാരണ മുളക് പൊടി, കാശ്മീർ മുളക് പൊടി ഇതെല്ലാം ഇട്ടൊന്ന് മൂപ്പിക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നല്ല ഒരു മണം വരുമ്പോഴേക്കും നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പുളി ഒഴിച്ച് കൊടുക്കണ്ട. കാരണം നല്ലോണം പുളി പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുളി കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ നല്ലോണം പുളി പിടിക്കും. അങ്ങനെ അതിന് ശേഷം നമ്മൾ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മളുടെ കറി ഒന്ന് തിളയ്ക്കാൻ വെക്കണം. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ആ മീനൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ മീനൊന്നിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് വയ്ക്കാം. അങ്ങനെ അത് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ആണോ, അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മളുടെ കൂരി മീൻകറി റെഡി ആയിട്ടുണ്ട്, മുളകിട്ട് വറ്റിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.